ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വിപ്ഡ് സ്പ്ലിറ്റ് സ്റ്റിച്ചാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ ഹാൻഡ് എംബ്രോയ്ഡറി, നൂല്, നീഡിൽ, ഫ്രെയിം, ക്ലോത്ത് ഫ്രെയിമിൽ നല്ല ടൈറ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു വര വരച്ചിട്ടുണ്ട്. ആ വരിയിലൂടെ സൂചി ഇതുപോലെ ഉയർത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. കുറച്ച് വിട്ടിട്ട് താഴോട്ടേക്ക് സൂചി ഇറക്കി കൊടുത്ത് ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഈ സ്റ്റിച്ചിൻ്റെ നടുവിലൂടെ സൂചി ഉയർത്തിയെടുക്കുക. ഈ സമയത്ത് നൂലിനുള്ളിലൂടെ ആയിരിക്കണം നമ്മളുടെ സൂചി വരേണ്ടത്. ഇനി വീണ്ടും സൂചി കുറച്ച് മുന്നോട്ട് താഴ്ത്തി കൊടുത്തിട്ട് ഈ രണ്ട് സ്റ്റിച്ചിൻ്റെ ലാസ്റ്റ് ഇപ്പം നമ്മൾ രണ്ട് ചെയ്തിരിക്കുന്ന സ്റ്റിച്ചിൻ്റെ നടുവിലൂടെ നൂലിന് നടുവിലൂടെ ആയിട്ട് സൂചി ഉയർത്തിയെടുക്കുക. ഇങ്ങനെ ഈ വരി മുഴുവൻ ഞാൻ ചെയ്തെടുക്കുകയാണേ. അപ്പോൾ സ്പ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിവിടെ സൂചി താഴത്തേക്ക് ഇറക്കി അടിയിൽ നോട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി സ്പ്ലിറ്റ് സ്റ്റിച്ചിൻ്റെ അടുത്തൂടെ മറ്റൊരു കളർ നൂലെടുത്ത് ഇതുപോലെ സൂചി ഉയർത്തിയെടുത്തതിന് ശേഷം ആ സ്പ്ലിറ്റ് സ്റ്റിച്ചിൻ്റെ ഫസ്റ്റ് സ്റ്റിച്ചില്ലേ അതിന് നടുവിലൂടെ ഇതുപോലെ ക്ലോത്തിലൊന്നും ടച്ച് ചെയ്യാതെ നൂല് വലിച്ചെടുക്കുക. എന്നിട്ട് അടുത്ത സ്റ്റിച്ചില്ലേ അതിൻ്റെ ഉള്ളിലൂടെ വീണ്ടും ഇതുപോലെ
നൂല് ക്ലോത്തിലൊന്നും ടച്ച് ചെയ്യാതെ വലിച്ചെടുക്കുക. ഇങ്ങനെ ഇത് മുഴുവൻ ഒരേ ഡയറക്ഷനിൽ ചെയ്തെടുക്കുക. ഇപ്പോൾ താഴത്തുനിന്നല്ലേ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പോൾ എല്ലാം താഴത്തുനിന്ന് തന്നെയായിട്ട് സ്റ്റാർട്ട് ചെയ്ത് മുഴുവനായി ചെയ്യണേ. അപ്പം ഞാനിത് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ സ്പ്ലിറ്റ് സ്റ്റിച്ചിൻ്റെ അടുത്ത് തന്നെ ഇതുപോലെ സൂചി താഴത്തേക്ക് ഇറക്കി അടിയിലൊരു നോട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.